പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അത്ഭുത അൾത്താരയിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവായ ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇന്നേ ദിനം ഈ അൾത്താരയോട് ചേർന്ന് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് അതിശക്തമായി അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. നിങ്ങളുടെ എല്ലാ വേദനകളും ഒപ്പിയെടുക്കാനാണ് ഈ ദിവ്യകാരുണ്യത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് ദൈവജനങ്ങൾ, കുടുംബങ്ങൾ, യുവതിയുവാക്കന്മാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വലതുകരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നോക്കിക്കൊണ്ടെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഇന്നേ ദിനം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, ഏത് സങ്കടമാണെങ്കിലും, ഏത് പ്രശ്നമാണെങ്കിലും, ഏത് രോഗമാണെങ്കിലും അതിന് വിടുതൽ കൊടുക്കുന്നതിന് ഈ അത്ഭുത ദേവാലയത്തിൽ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയുടെ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൽ, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, ഇന്നേ ദിനം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ, അവരുടെ മേലുള്ള നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളും ബന്ധിക്കപ്പെടുവാൻ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ നസറീയനായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇതിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകാൻ അത്ഭുതകരമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണിത്. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുക. എത്രയോ മക്കളുടെ കല്യാണ തടസ്സങ്ങൾ, എത്രയോ മക്കളുടെ ജോലി തടസ്സങ്ങൾ, എത്രയോ മക്കൾക്ക് ഭവനമില്ല, എത്രയോ മക്കൾ നിരന്തരമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, ശ്വാസം മുട്ടൽ, കിഡ്നി രോഗങ്ങൾ, ഡയാലിസിസ് രോഗികൾ, പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ, അടിവയറ്റിലെ രോഗങ്ങൾ, വിട്ടുമാറാത്ത തലവേദനകൾ, ചെവിവേദനകൾ, കണ്ണുവേദനകൾ, മുട്ടുകാലിൻ്റെ വേദനകൾ, നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെ മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, മദ്യപാനത്തിന് അടിമപ്പെട്ട കുടുംബങ്ങൾ, കലഹങ്ങൾ, ചെറിയ കാര്യങ്ങൾക്ക് വരെയുള്ള കോപങ്ങൾ, വെട്ടെന്ന് മുറിരണ്ടെന്നുള്ള സ്വഭാവങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ബോധ്യങ്ങൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതങ്ങൾ, തഴക്കദോഷങ്ങളുടെ ദുർഭൂതങ്ങൾ, നെഗറ്റീവ് എനർജികൾ, അകാരണ ഭയങ്ങൾ, അകാരണ ദുഃഖങ്ങൾ, ഇനി എന്ത് ചെയ്തിട്ട് രക്ഷയില്ല, ആരുമില്ല സഹായിക്കാൻ എന്ന ചിന്ത, പടുകുഴിയിൽ ആത്മഹത്യ ചിന്തകൾ, അങ്ങനെ എത്രയോ ബന്ധനങ്ങളാണ് നമ്മളെ അകറ്റുന്നത്. അതോടൊപ്പമുള്ള ഭയപ്പാടുകൾ, കൂടോത്രത്തിൻ്റെ ഭയങ്ങൾ, ആഭിചാരത്തിൻ്റെ ഭയങ്ങൾ, ശാപത്തിൻ്റെ ഭയങ്ങൾ, പൂർവികരിലൂടെ കടന്നു വന്ന പാപബന്ധനങ്ങളുടെ കുറിച്ചുള്ള ഭയപ്പാടുകൾ, വിശ്വാസമില്ലാത്തവരോടുകൂടെ ജീവിക്കേണ്ടി വരുന്ന ഗതികേടുകൾ, പ്രാർത്ഥനയില്ലാത്തവരുടെ കൂടെ, നിരീശ്വരവാദികളുടെ കൂടെ, ദൈവത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരുടെ കൂടെ ഒരു വീട്ടിൽ തന്നെ ജീവിക്കേണ്ടി വരുന്ന ഗതികേട്, പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത കുടുംബനാഥൻ, പ്രാർത്ഥനയില്ലാത്ത കുടുംബനാഥ, ദൈവത്തെ വിളിക്കാത്ത മക്കള്, ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ പായുന്ന കുടുംബങ്ങൾ, ഇവരുടെ ഇടയിൽ വിശ്വാസമോ പ്രാർത്ഥനയോ ഇല്ലാതെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എന്തിനു വേണ്ടി ദാഹിക്കുന്നു? എല്ലാമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ജോലിയുണ്ട്, പക്ഷേ സന്തോഷമില്ല. മനസ്സ് ശൂന്യമാണ്, ഹൃദയം ശൂന്യമാണ്. കാരണം എന്താണ്? അവിടെ ദൈവമില്ല. ഇതൊരു വലിയ ബന്ധനമാണ്, ഇത് വലിയ തടസ്സമാണ്. താൽക്കാലികമായ വിജയങ്ങൾ പിശാച് കൊടുക്കും. ദൈവത്തെ വിളിക്കാത്തവര്, പ്രാർത്ഥിക്കാത്തവര് നമ്മൾ നോക്കുമ്പോൾ താൽക്കാലികമായിട്ട്
അവർ നന്നായിട്ട് ജീവിക്കുന്നതായിട്ടൊക്കെ തോന്നും. അത് താൽക്കാലിക വിജയമാണ്. അവർ പെട്ടെന്നാണ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്നത്. അവരുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരെ പലരും ആത്മഹത്യയിലേക്ക് പോകും, നിരാശയിലേക്ക് പോകും, മാനസിക രോഗത്തിലേക്ക് പോകും, വിഭ്രാന്തികളിലേക്ക് പോകും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അത്ഭുതകരമായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള ശാപങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള രോഗങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള പൈശാചിക പീഡകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള ആകുലതകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, അവരാഗ്രഹിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ, അവരാഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടാൻ, അവരാഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ, അവരാഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ, ഇതിനുള്ള തടസ്സങ്ങൾ, അതിൻ്റെ മേലുള്ള സാമ്പത്തിക തടസ്സങ്ങൾ, അതിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, മക്കൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ദൈവം ഇതെങ്ങനെ സാധിച്ചു കൊടുക്കുമെന്നറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ വേദനകൾ, അവരുടെ ചോര, അവരുടെ വിയർപ്പ്, അവരുടെ സങ്കടങ്ങൾ, അതിൻ്റെ മേലുള്ള കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും തുറക്കപ്പെടട്ടെ. ഒരു വഴി ലഭിക്കപ്പെടട്ടെ. മുഖ്യദൂതന്മാർ സംരക്ഷകരായിട്ട് കടന്നു വരട്ടെ. മുഖ്യദൂതന വിശുദ്ധ റഫേല് തോബിയാസിനെ സഹായിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇന്ന് കടന്നു വരട്ടെ. തോബിത്തിനെ സഹായിച്ചതുപോലെ കുരുങ്ങിക്കിടക്കുന്ന പണത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ മേലുള്ള, ദാമ്പത്യ ജീവിതത്തിൻ്റെ മേലുള്ള കെട്ടുകൾ റഫേൽ മാലാഖ മത്സ്യത്തിൻ്റെ ചങ്കക്കരളം പുകച്ച് വിടുതൽ കൊടുത്തതുപോലെ, അസ്മേദേഫുസ് എന്ന ദുഷ്ടപിശാചിനെ ബന്ധിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമ്പത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, നിങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, കച്ചവട തടസ്സങ്ങൾ, ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, നിരാശകൾ, കലഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 3-4 വചനങ്ങളാണ്. വചനം കേട്ട മക്കളെ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇടയിലെ ഡെലിവറൻസ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത് കർത്താവിൽ അഭയം തേടാനാണ്. യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് യേശുവിൻ്റെ വചനം കേൾക്കാനാണ്. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുമായി കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളുമായിട്ടൊരു ഉടമ്പടി ചെയ്യാം. നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ പറമ്പിലോ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ യാതൊരു വിധത്തിലുള്ള തിന്മകൾ പ്രബലപ്പെടാതിരിക്കാൻ അതിശക്തമായ കോട്ട കെട്ടുന്നൊരു ഉടമ്പടിയാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് ചെയ്യുന്നത്. ദാവീദിനോടെന്നതുപോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. പ്രിയപ്പെട്ട മക്കളെ, ഈ സ്നേഹത്തെക്കുറിച്ച് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇത് കേൾക്കാൻ തുടങ്ങിയ മുതൽ അവർക്ക് ലഭിച്ച ആത്മവിശ്വാസം, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത്, ഉൾശക്തി, ഇത് അനവധി പേരാണ് ടെലിഫോണുകളിലൂടെയും കത്തുകളിലൂടെയും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. ഇപ്പം എല്ലാ തിന്മകൾക്കും മീതെ, എല്ലാ തടസ്സങ്ങൾക്കും മീതെ, എല്ലാ ദുഷ്ടരുടെ ഇടയിലും നിങ്ങളെ കർത്താവ് എടുത്ത് ഉയർത്തുന്ന ഒരു അതിശക്തമായ അഭിഷേകമാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചത്. ഈ വചനത്തിൻ്റെ കരുത്തിൽ നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേല് ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയായി, അഭിഷേകമായി, പെന്തക്കോസ്ത് അനുഭവമായി, വരദാനമായി, പ്രതീക്ഷയായി, ശക്തമായി, ധൈര്യമായി, ബുദ്ധിയായി, ജ്ഞാനമായി, അറിവായി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാൽവരിയിൽ എനിക്കായി രക്തം ചിന്തിയ യേശുവേ, അങ്ങയുടെ തിരുക്കുരിശിൻ ചുവട്ടിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും, കുടുംബാംഗങ്ങൾ, പൂർവീകർ, മുൻതലമുറ, തറവാട്, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളി, മക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ, അയൽക്കാർ, ശത്രുക്കൾ, മിത്രങ്ങൾ, ഇന്ന് വരെ ഞാനുമായി ഇടപഴകിയിട്ടുള്ള സകലരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന വിടുതലിൻ്റെ ശക്തിയുള്ള തിരുരക്തം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നാഥ ഒഴുക്കണമേ. അങ്ങയ്ക്ക് മാത്രമേ സകലരെയും രക്ഷിക്കാൻ കഴിയൂ. യേശുവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറയുന്നു. ഈശോ, ഞങ്ങളുടെ വീടിരിക്കുന്ന പറമ്പ്, അതിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾ, ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, വസ്തുവകകൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷലതാദികൾ, കാർഷിക മേഖലകൾ, സ്ഥാപനങ്ങൾ, സകലത്തിനെയും അങ്ങയുടെ തിരുക്കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിട്ടുള്ള വീട്ടിൽ, പറമ്പിൽ നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ പല വിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി വിരുദ്ധ ശക്തികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട്, നവീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട് അത്ഭുതകരമായ വിടുതൽ ഞങ്ങളുടെ വീട്, പറമ്പ്, ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏകദൈവ അനുഷ്ഠാനങ്ങൾ, ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത വിഗ്രഹാരാധനകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, പൂജാവിധികൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ, പാവപ്പെട്ടവരുടെ കണ്ണുനീർ കൗശലപൂർവ്വം പിടിച്ചു പറിച്ച് തട്ടിയെടുത്തും സ്വന്തമാക്കിയ ഭൂമി, ജഡിക പാപ അവസ്ഥകൾ, ആത്മഹത്യ, ഭ്രൂണഹത്യ, ഹലവാതകം, മറ്റ് മാരക പാപങ്ങളിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സമായി നിന്ന സകല ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമാക്കി ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും അത്ഭുതകരമായ വിടുതൽ കൊടുത്ത്, അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നു. ഉച്ചാടനം ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കുന്നു. ഉച്ചാടനം ചെയ്യുന്നു. തിന്മകളെയും ബാധഭൂതങ്ങളെയും ബന്ധിക്കുന്നു. ഓ സാങ്കുവേ ദാക്കുവേ സ്കത്തോറീഷദൽ കോറദി ജെസു come sorgente della misericordia per noi confidiamo in te Gesù. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് അച്ഛനൊത്തിരി സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു അത്ഭുത ദേവാലയമാണ്. കോഴിക്കോട് ടൗണിൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത്, ജില്ലാ കോടതിക്കടുത്താണ് ഈ പള്ളിയുള്ളത്. ഇത് വലിയ അനോയിൻറ്റിങ്, അനവധിയായ വിശുദ്ധരായ മിഷണറിമാർ പ്രാർത്ഥിച്ചുള്ള പള്ളിയാണ്. അരുണോസ് പാതിരിയെ പോലെ വിശുദ്ധരായ വ്യക്തികൾ വികാരിയച്ഛന്മാരായിട്ട് ഇരുന്നിട്ടുള്ള പള്ളിയാണ്. നിങ്ങളെല്ലാവരെയും ഈ അത്ഭുത ദേവാലയത്തിലേക്ക് ചൊവ്വാഴ്ച ദിവസം ക്ഷണിക്കുകയാണ്. വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ നടക്കുന്ന ഡെലിവറൻസിൻ്റെ, രോഗശാന്തിയുടെ, പിശാച് ബഹിഷ്കരണത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.